മഹാരാഷ്ട്രയിൽ വീണ്ടും രാഷ്ട്രീയ മഹാനാടകങ്ങളുടെ കളിയരങ്ങ് ഉയർന്നു. മഹാരാഷ്ട്രയിൽ ശിവസേനകൾ യോജിക്കുന്നു എന്നാണ് അവിടെ നിന്നുള്ള പുതിയ വാർത്ത. ഒരു കാലത്ത് ശിവസേന മഹാരാഷ്ട്രയുടെ വികാരമായിരുന്നു. ബാൽ താക്കറെയും ശിവസേനയും മഹാരാഷ്ട്രയെ നയിച്ച കാലം, ഒരു വല്ലാത്തൊരു കാലം. ശിവസൈനികർ മഹാരാഷ്ട്രയിൽ ശക്തിദുർഗമായ കാലം. ശിവസൈനികർക്ക് കൈകൊടുത്ത് BJP മഹാരാഷ്ട്രയിൽ വേരോട്ടമുണ്ടാക്കി. ഒടുവിൽ BJP തനിക്കുണം കാണിച്ചു, ശിവസേനയെ പിളർത്തി. മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിച്ച ഏക്നാഥ് ഷിൻഡയെ കയ്യിലെടുത്തുകൊണ്ട് ശിവസേനയെ പിളർത്തിയ BJP ഏക്നാഥ് ഷിൻഡയെ മുഖ്യമന്ത്രിയാക്കുകയും ചെയ്തു. എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ഏക്നാഥ് ഷിൻഡയെ തേച്ചു, കറിവേപ്പിലയാക്കി. മഹായുതി സഖ്യം അധികാരത്തിൽ വന്നപ്പോൾ ഏക്നാഥ് ഷിൻഡയെ മുഖ്യമന്ത്രിയാക്കിയില്ല. എന്നാൽ അദ്ദേഹത്തിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. ഇതോടെ ഏക്നാഥ് ഷിൻഡെ BJPയുടെ തനി സ്വഭാവം മനസ്സിലാക്കി. BJPയെ നമ്പരുത് എന്ന് വ്യക്തമായി ഏക്നാഥ് ഷിൻഡെക്ക്. ഈ സാഹചര്യത്തിലാണ് ഉദ്ധവ് താക്കറെയും ഏക്നാഥ് ഷിൻഡെയും കൈകൊടുക്കുന്നു എന്ന വാർത്തകൾ മഹാരാഷ്ട്ര മണ്ണിൽ നിന്ന് വരുന്നത്. മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് വിവാദമായിരിക്കുകയാണ്. EVM അട്ടിമറിയിലൂടെയും അനധികൃതമായി കള്ളവോട്ടുകൾ ചേർത്തുമാണ് മഹായുതി സഖ്യം വിജയിച്ചതെന്ന് മഹാവികാസ് അഘാഡി സഖ്യം പറയുന്നു. അവർ സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നു. സുപ്രീം കോടതി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ചെവിക്ക് പിടിച്ച് കിഴുക്കിയിരിക്കുന്നു മഹാരാഷ്ട്രയുടെ കാര്യത്തിൽ. ചുരുക്കത്തിൽ വലിയൊരു അമ്പരപ്പിക്കുന്ന വിജയമാണ് മഹാരാഷ്ട്രയിൽ മഹായുതി സഖ്യം നേടിയത്. അജിത് പവാറിന്റെ NCP ഒക്കെ അജിത് പവാർ പോലും വിചാരിക്കാത്ത രീതിയിലാണ് വിജയിച്ചു കയറിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തകർന്നടിഞ്ഞ് തരിപ്പണമായ മഹായുതി സഖ്യം എങ്ങനെ ഇത്രയും വലിയ വിജയം നേടി എന്ന സംശയം ബാക്കി നിൽക്കുന്നു. അത് കോടതിയിലാണ്. ഏക്നാഥ് ഷിൻഡെയുടെ പാർട്ടിക്ക് മഹാരാഷ്ട്രയിൽ 57 സീറ്റുണ്ട്. പക്ഷേ ഏക്നാഥ് ഷിൻഡെയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നില്ല BJP. ഫട്നാവിസിനെ മുഖ്യമന്ത്രിയാക്കി. ഇതോടെ ഏക്നാഥ് ഷിൻഡെ കലിപ്പിലാണ്. ഇപ്പോൾ ഉദ്ധവ് താക്കറെയും ഏക്നാഥ് ഷിൻഡെയും ഒരുമിച്ച് പറയുന്നത് ശിവസേന സ്ഥാപകൻ ബാൽ താക്കറെയ്ക്ക് ഭാരത് രത്ന ബഹുമതി നൽകണമെന്നാണ്. ഭാരതരത്ന ബഹുമതി. അതിനായി ഇരുവരും ഒരുമിച്ച് പ്രസ്താവന ഇറക്കിയിരിക്കുന്നു. ഉദ്ധവ് താക്കറെയും ഏക്നാഥ് ഷിൻഡെയും ഒരുമിക്കുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. ഒന്ന്, ദേവേന്ദ്ര ഫട്നാവിസ് കസേരയിൽ ഇരുപ്പുറപ്പിച്ചില്ല. അതിനു മുമ്പ് തന്നെ മഹാവികാസ് അഘാഡി സഖ്യം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സുപ്രീം കോടതിയെ സമീപിച്ചു. അവിടുത്തെ വിജയം പുനഃപരിശോധിക്കണമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ BJP പ്രവർത്തകനെ പോലെ പെരുമാറുന്നു എന്നുമൊക്കെയാണ് മഹാവികാസ് അഘാഡി സഖ്യത്തിന്റെ ആരോപണം. ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നതിൽ ഏക്നാഥ് ഷിൻഡെ കട്ടക്കലിപ്പിലാണ്. തന്നെ കറിവേപ്പിലയാക്കി എന്ന ശക്തമായ ബോധ്യം ഏക്നാഥ് ഷിൻഡെക്കുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഉദ്ധവ് താക്കറെയ്ക്ക് കൈകൊടുത്തിരിക്കുന്നത് ഷിൻഡെ. ഉദ്ധവ് താക്കറെയും ഷിൻഡെയും ഒരുമിച്ചാൽ ഐക്യ ശിവസേന പണ്ടത്തെ പോലെ യാഥാർത്ഥ്യമാകും. ഉദ്ധവ് താക്കറെ ബാൽ താക്കറെയുടെ പിൻഗാമിയായി വന്ന് ശക്തമായ രീതിയിൽ ശിവസേനയെ നയിച്ചു കൊണ്ടുപോവുകയായിരുന്നു. അതിനിടയിലാണ് ഏക്നാഥ് ഷിൻഡെയെ ചാക്കിട്ട് പിടിച്ചത് BJP. ഏക്നാഥ് ഷിൻഡെ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിച്ചു. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദവും കൊടുത്തു. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹായുതി സഖ്യം വിജയിച്ചു കയറിയപ്പോൾ ഏക്നാഥ് ഷിൻഡെയെ തഴഞ്ഞു. ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയായി. ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്ന ഏക്നാഥ് ഷിൻഡെ മഹായുതി സഖ്യത്തിൽ നിന്നും പുറത്തു പോകുമെന്ന സൂചനകൾ ശക്തമാണ്. അതിനിടയിലാണ് ഉദ്ധവ് താക്കറെയും ഏക്നാഥ് ഷിൻഡെയും ഒരുമിച്ച് പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. തങ്ങളുടെ തലതൊട്ടപ്പനായ ബാൽ താക്കറെയ്ക്ക് ഭാരത് രത്ന ബഹുമതി കൊടുക്കണം എന്നാവശ്യപ്പെട്ടു.